കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ ഇത്. ഞാനിന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി കാണും. പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നതാണ് ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ ആരുമല്ല, ഇതാണ് ആള്. ഈ ഇടയായിട്ട് ഞാൻ പറയുന്നില്ലേ കുറേ പുതിയ അതിഥികൾ ഇങ്ങനെ വന്നു പോകുന്നത്. പക്ഷെ ഞാൻ ഈ ഒരാളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയിലിനെ. പണ്ട് എപ്പോഴോ ആണ് ഞാൻ ലാസ്റ്റിനെ നേരിട്ട് കണ്ടത്. പണ്ട് എപ്പോഴോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-15 വർഷം മുന്നേ ആണ് കേട്ടോ ഞാൻ മയിലിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. കുറേ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ അടുത്ത് കാണാറുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ടൊന്നും അറിയത്തില്ല. ഞാൻ കുറേ നേരം അനിയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഞാനിപ്പോൾ സൂം ചെയ്താണ് കാണിക്കുന്നത്, നിങ്ങളിപ്പോൾ കണ്ടില്ല. അത്രയും ദൂരത്തിൽ ഇരുന്നിട്ടാണ് ഇത് ഇത്രയും ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്, ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ വന്ന് പോകാറുണ്ടെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും പൂച്ചയാണെന്ന്. പക്ഷെ പൂച്ചയ്ക്ക് ഇത്ര ഒച്ചത്തിൽ കരയുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നങ്ങനെ അമ്മ പറയുന്നത് മയിലെങ്ങനെ വന്നതായിരിക്കുന്നത്. അങ്ങനെ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ലായിരുന്നു. കാരണം ഇവിടെയൊക്കെ മയിലൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. കുറേ നേരം അതിനെ ഇങ്ങനെ നോക്കി നിന്ന് ഇപ്പം പറക്കും പറക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് എവിടുന്ന് മയിൽ എവിടുന്ന് അനങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ കണി ഇതായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റുടനെ കാണുന്നത് മയിലിനെയാണ്. അത് മാത്രമല്ല ഇന്നത്തെ എൻ്റെ പ്ലാൻ മൊത്തം മാറ്റി കേട്ടോ. കാരണം വരുന്നില്ല, മോർണിംഗ് റൊട്ടീൻ കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കാതില്ല. അരമണിക്കൂറോളം ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് എൻ്റെ കാര്യം കഴിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ജിമ്മിൽ പോകാനായിട്ട് സമയമായതുകൊണ്ട് തന്നെ ഞാൻ പെയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പോകാൻ റെഡി ഇറങ്ങിയപ്പോഴത്തേക്കും ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ നേരം അത് അവിടെ ഇല്ലായിരുന്നു. എങ്ങോട്ടേക്കോ പറന്ന് പോയിട്ടുണ്ട്. എനിക്കറിയാം ഇത് കുറേ പേർക്ക് ഇത് പുതുമയുള്ള കാര്യം. കാരണം ഒരുപാട് ഏരിയയിൽ ഇതുപോലെ മയിലിനെ നമ്മൾ കാക്കയൊക്കെ ഡെയിലി കാണുന്നതൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വല്ലപ്പോഴും ഒക്കെയാണ് ഇതുപോലെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 15 വർഷം മുന്നൊക്കെയാണ് ഞാൻ മയിലിനെ നേരിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കാണുന്നതുകൊണ്ട് നമുക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ.